ദിവസം മന്ത്രി കാഴ്ചകൾ കാണാൻ കാട്ടിലെത്തി. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. കാങ് ദട് ദട്. മന്ത്രി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു. മന്ത്രിയജമാനനോ, വരൂ വരൂ. എന്താ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളിവിടെ ആനയെ പിടിക്കാനുള്ള ഒരു കുഴി ഉണ്ടാക്കുകയാ. ആനയെ പിടിക്കാനുള്ള കുഴിയോ? അതെന്ത് സൂത്രമാ? ഈ വലിയ കുഴിയുടെ മുകളിൽ ആദ്യം കമ്പുകൾ നിരത്തും. അതിനു മുകളിൽ പുല്ലും ചെടികളും ഇട്ട് മൂടും. എന്നിട്ട് അതിനു മുകളിൽ 1 കിലോ നേന്ത്രപ്പഴം വെക്കും. പഴമെടുക്കാൻ വരുന്ന ആന കുഴിയിലേക്ക് ടിം എന്ന് വീഴും. ഭോജരാജാവിനെ വീഴ്ത്താൻ പറ്റിയ സൂത്രമാണത് ഇത്. ഈ കുഴി കുറച്ചുകൂടി വലുതാക്കണം. അതെന്തിനാ യജമാനനെ? അതൊക്കെ ഉണ്ടടോ, താൻ വേഗം കുഴി റെഡിയാക്ക. ശരി യജമാനനെ. മന്ത്രി വേഗം കൊട്ടാരത്തിലെത്തി. ഹായ് മന്ത്രി, താങ്കൾ എവിടെയായിരുന്നു? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പ്രഭു. നമുക്ക് കാട്ടിലൂടെ ഒരു കുതിര സവാരി നടത്തിയാലോ? എങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെടാം. കുറച്ചു കഴിഞ്ഞപ്പോ ഹയ്യടാ, രസികൻ യാത്ര. ശരിയാ, കുറച്ചുകൂടി ചെന്നാൽ ഇതിലും രസമായിരിക്കും. പ്രഭു, എന്റെ കുതിരയ്ക്ക് തീരെ വേഗതയില്ല. ഞാൻ കൊട്ടാരത്തിൽ ചെന്ന മറ്റൊരു കുതിരപ്പുറത്ത് കയറി ഉടനെ എത്താം. അങ്ങ് യാത്ര തുടർന്നോളൂ, ഞാൻ ഉടനെ എത്തിയേക്കാം. ശരി മന്ത്രി. മന്ത്രി വേഗം വരണേ. ശരി പ്രഭു, ഞാൻ കുഴിയിൽ വരുമ്പോഴേക്കും എത്തിയേക്കാം. ഇത്തവണ രാജാവിന്റെ കഥ കഴിഞ്ഞത് തന്നെ. പിന്നെ ഞാൻ തന്നെ രാജാവ്. ഹയ്യടാ, രാജാവ് കുഴിയുടെ അടുത്തെത്തി കഴിഞ്ഞു. തെങ്ങിന് മുകളിൽ ഒരാൾ തേങ്ങയിടാൻ കയറിയിരുന്നു. എന്താണിത്? തിം തിം. തേങ്ങകൾ മന്ത്രിയുടെയും കുതിരയുടെയും തലയിൽ തന്നെ വീണു. കുതിര വിരണ്ടോടാൻ തുടങ്ങി. അയ്യോ, എന്തു പറ്റി മന്ത്രി? കുഴിയുടെ തൊട്ട് മുന്നിലെത്തിയപ്പോൾ കുതിര നിന്നു. പക്ഷേ മന്ത്രി തെറിച്ച് കുഴിയിൽ വീണു. അയ്യോ. പിന്നീട് കൊട്ടാരത്തിൽ, മന്ത്രി, താങ്കൾ ഒരു ധീരൻ തന്നെ. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയല്ലേ എന്നെ രക്ഷിച്ചത്.